ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് 10th പ്രിലിംസിന്റെ മുൻവർഷ ചോദ്യങ്ങളാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം സ്ഥിരമായിട്ട് കണ്ടുവരാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ ആവർത്തിച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുമില്ല, പക്ഷെ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ചെറിയ ഡൗട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ശനിയാഴ്ചയാണ് എക്സാം വരുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, റിവിഷനിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, പെട്ടെന്ന് തീരും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. കൂടാതെ നമ്മുടെ ആപ്പില് 9 to 5 നമ്മുടെ 10th പ്രിലിംസിന്റെ മോഡൽ എക്സാം നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഉണ്ടാവും, ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് PC ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പൊ അതിൽ നമുക്ക് എന്തുണ്ടാവും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പൊ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് 10th പ്രിലിംസ്. അതിൽ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, രാവിലെ 9 to 5 എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് കൂടി ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് ചോദിച്ചിരിക്കുന്നത്. അളവ് തൂക്കം, വരുമാന നികുതി, ഗതാഗതം, വിവാഹവും വിവാഹമോചനം. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണോ PSC ചോദിച്ചത് അതുപോലെ തന്നെയാണ് ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് തന്നിട്ടുള്ള ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അളവ് തൂക്കമുണ്ട്, വരുമാന നികുതി, ഗതാഗതം, വിവാഹവും വിവാഹമോചനവും. എന്താണ് കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ വരുമാന നികുതിയാണ് എന്താ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെയാണ്. അടുത്ത, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചത്. 44, 61, 52, 42. മിക്കവാറും എല്ലാവർക്കും 44ഉം 42ഉം വരുമ്പോ ചെറിയൊരു ഡൗട്ട് വരാറുണ്ട്. നമ്മൾ സെപ്പറേറ്റ് മൗലിക കടമകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. നമുക്ക് കൃത്യമായിട്ട് എല്ലാ ഭേദഗതികളും എല്ലാം അറിയായിരിക്കും. പക്ഷെ ഇത് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഓപ്ഷൻ കൂടെ കാണുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇനി ഇത് കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. ഉത്തരം 42 ആണ് കേട്ടോ. അമെൻമെന്റ് 42 ആണ്. അടുത്ത ചോദ്യം, ഹെമിസ് എന്ന ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാന വന്യജീവി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിമപ്പുലി, പഫിൻ, ഹിമക്കരടി, ഡാൽ ഷീപ്പ്. ഇതൊക്കെയാണ്. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് PSC തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്വസ്റ്റ്യൻസ് അല്ല. ഓക്കെ, അപ്പൊ എവിടെയാണ് ഹെമിസ് എന്ന ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്ന പ്രധാന വന്യജീവി ഏതാണെന്ന് ചോദിച്ചാല് ഹിമപ്പുലിയാണ്. ഇതാണ് ഹിമപ്പുലിയാണ് കേട്ടോ ഉത്തരം. അടുത്തത്, പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് വർഷവും ഡേറ്റും ആണ് ചോദിച്ചിരിക്കുന്നത്. 2020 ജനുവരി 10, 2019 ഡിസംബർ 12, 2011 ഡിസംബർ 11, 2019 ഡിസംബർ 9. അപ്പൊ അടുത്തടുത്ത ദിവസങ്ങൾ തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ചിലത് ബില്ല് എന്താ ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിച്ചതായിരിക്കും, പിന്നെ പാസ്സാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഒപ്പുവെച്ചതായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്തായാലും അടുത്ത മാസങ്ങളും അടുത്ത ദിവസങ്ങളും ഒക്കെ വരും. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനത്തെ ഓപ്ഷൻ മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പം ഉത്തരം 2019 ഡിസംബർ 11 പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്നാണ്? 2019 ഡിസംബർ 11 ഓർത്തിരിക്കുക. ഡിസംബർ 11 2019 ഡിസംബർ 11 പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത്. അടുത്ത, നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ അമെൻമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 71, 74, 61, 82. ഏതായിരിക്കും? ഉത്തരം 74. 74ാം ഭേദഗതിയാണ് നഗരപാലിക ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം അല്ലെങ്കിൽ വിറ്റമിൻ ഏതാണ്? ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റമിൻ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിരിക്കും, എന്തായാലും ഉണ്ടാവും. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കുറച്ച് എന്താണ് നമ്മൾ സ്ഥിരം പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നന്നായിട്ട് കൂടി വിറ്റമിൻ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വിറ്റമിൻ ക്വസ്റ്റ്യൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിറ്റമിൻ തന്നെയാണ്, ടോപ്പിക് വിറ്റമിൻ തന്നെ ആയിരിക്കും. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ വിറ്റമിൻ കുറച്ച് നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഇ ആണ്. ഏതാണ്? വിറ്റമിൻ ഇ ആണ്. അടുത്ത്, കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം. വളരെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? 2010, 9, 8, 2000. ഏതാണ്? 2008 ആണ്. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം 2008. ഓക്കെ. അടുത്തത്,
ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഏതായിരിക്കും? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. അപ്പം എല്ലാ പ്രദേശമാണ്, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അല്ലെ. ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവുക. കുറച്ച് സ്പീഡിലാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നിങ്ങൾക്ക് ടൈം ഒന്നും ഉണ്ടാവില്ല. അതിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. പെട്ടെന്ന് ഒന്നിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. താഴെ പറയുന്ന ജലവൈദ്യുത പദ്ധതികളിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിക്കുന്നത്. താഴെ പറയുന്ന ജലവൈദ്യുത പദ്ധതികളിൽ തെറ്റായ ജോഡി: ശ്രീശൈലം കൃഷ്ണ, അൽമാട്ടി ഡാം കാവേരി, ഓംകാരേശ്വർ അണക്കെട്ട് എവിടെയാണ്? നർമ്മദ, ബഗ്ലിഹാർ ജലവൈദ്യുതി ചിനാബാണ് കേട്ടോ. അപ്പം ബഗ്ലിഹാർ എവിടെയാണ്? ചിനാബ് തന്നെയാണ്. ഓംകാരേശ്വരും നർമ്മദ തന്നെയാണ്. ഇപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാണ്? അൽമാട്ടി ഡാം കാവേരി അല്ല, കൃഷ്ണയാണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക. ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. ഏതൊക്കെയാണ്? അപ്പം ഗ്രാവിറ്റിയാണ് കേട്ടോ. ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. ജിയുടെ പരമാവധി മൂല്യം എങ്ങനെയാണ് ജിയുടെ മൂല്യം എന്നാണ്. അപ്പൊ ഏതാണ്? 1 മാത്രം ശരി, 2 മാത്രം ശരി, 1ഉം 2ഉം ശരിയാണ്, 1ഉം 2ഉം തെറ്റാണ്. ഉത്തരം 2 മാത്രം ശരി. ജിയുടെ ഇതാണ് കേട്ടോ. 1 ഇത് 1ആണ്, ഇത് 2ആണ്. ഓക്കെ. ജിയുടെ പരമാവധി മൂല്യം എവിടെയാണ്? ധ്രുവപ്രദേശങ്ങളിലാണ്. സാന്താൾ കലാപം നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1855, 806, 817, 1859. സാന്താൾ കലാപം നടന്ന വർഷം 1855. ഓക്കെ. അടുത്ത വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? വൈഡൽ ടെസ്റ്റ് ക്ഷയം, ടൈഫോയിഡ്, എയ്ഡ്സ്, ക്യാൻസർ. ഏതിനാണ് വൈഡൽ ടെസ്റ്റ്? ടൈഫോയിഡിനാണ്. ഓക്കെയാണ്, ടൈഫോയിഡിനാണ് വൈഡൽ ടെസ്റ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, അടിയന്തരാവസ്ഥ, പഞ്ചായത്ത് രാജ്. അപ്പം 73ാമത് ഏതാണ്? പഞ്ചായത്ത് രാജുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. 73ാമത് ഭരണഘടനാ ഭേദഗതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, തുല്യ ജോലിക്ക് തുല്യ വേതനം. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുല്യ ജോലിക്ക് തുല്യ വേതനം മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാല് 39D ആണ് കേട്ടോ. ഈ DA ഒക്കെ ബ്രാക്കറ്റ് നമ്മളിങ്ങനെ ഇട്ട് വരുമ്പോഴത്തേനും കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. ഓർത്തിരിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് എവിടെയാണ്? 39D ആണ്. അടുത്തത്, ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത വർഷമാണ്. നമ്മൾ ആർട്ടിക്കിൾ മാറ്റി, ഏതിലേക്ക് മാറ്റി, എങ്ങോട്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കും സാധാരണ പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ ചോദിക്കുന്ന വർഷമാണ് കേട്ടോ. വർഷം ഏത് വർഷമാണ്? 1978. ഓക്കെ. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. BSc സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത്, കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം. അടുത്ത, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. കുടിൽ വ്യവസായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എവിടെ? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏതാണ്? 43 ആണ് കേട്ടോ. 43. അടുത്ത, KSSMന്റെ പൂർണ്ണ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, കേരള സർവീസ് സോഷ്യൽ മിഷൻ, കേന്ദ്രീയ സോഷ്യൽ സർവീസ് മിഷൻ, കേരള സ്കൂൾ സെക്യൂരിറ്റി മിഷൻ. അപ്പൊ കെ കാണുമ്പോൾ നമുക്കറിയാം കേരളം ആയിരിക്കും എന്നറിയാം. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആണ്. KSSM കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളില് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഖിലാഫത്ത്, സൈമൺ, സിഡ്നി റൗലറ്റ് കമ്മിറ്റി ഉണ്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ട്. ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം ഇമ്പോർട്ടന്റ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീലങ്ക, ഇന്ത്യൻ, ഫിലിപ്പൈൻസ്, പാകിസ്ഥാൻ. നമ്മൾ എന്ത് എഴുതും? ഇന്ത്യ എഴുതും അല്ലെ? ഇന്ത്യ അല്ല, ഫിലിപ്പൈൻസ് ആണ് കേട്ടോ.
ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഇവയെല്ലാം. ഉത്തരം എന്താണ്? ഇവയെല്ലാം. ഏതൊക്കെ? ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും എല്ലാം എന്ത് തന്നെയാണ്? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ തന്നെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോണേ, നന്നായിട്ട് നോക്കിയിട്ട് പോണേ. അടുത്ത ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായി? മത്സ്യ ഉൽപാദനമുണ്ട്, പഴം പച്ചക്കറി ഉൽപാദനം, പട്ടുനൂൽ പുഴു വളർത്തലുണ്ട്, ക്ഷീരവികസനമുണ്ട്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുമ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്പറേഷൻ ഫ്ലഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരെന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ്? അക്ബർ, ജഹാംഗീർ, ഔറംഗസീബ്, ഷാജഹാൻ ഉണ്ട്. ആരായിരിക്കും? ജഹാംഗീർ ആണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കുവാനായിട്ട് അനുവാദം നൽകിയ ഭരണാധികാരി ജഹാംഗീർ ആണ് കേട്ടോ. ഒരുപാട് പഴയ മുഗൾ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ പേര് തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം ഓരോരുത്തരുടെയും പഠിക്കുമ്പോൾ ഓരോരുത്തർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ്? സൂറത്തിലെ ഫാക്ടറി ആരെന്ന് ഓർത്തു വയ്ക്കുക? ജഹാംഗീർ എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ഇതിലെ ഭരണഘടനയുടെ ഇതര സ്ഥാപനം ഏതാണെന്ന് തിരിച്ചറിയുക. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. കുറച്ച് സ്ഥാപനങ്ങൾ തന്നിട്ട് ഏതാണ് ഭരണഘടനാപരമായ സ്ഥാപനം, അല്ലാത്ത സ്ഥാപനം എന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? നീതി ആയോഗ് ഉണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതര സ്ഥാപനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നീതി ആയോഗ് ആണ് കേട്ടോ. അടുത്തത്, കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം? സ്ഥിരം ക്വസ്റ്റ്യൻ 1969. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം എന്നാണ്? 1969 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത, സംഘകാല സാഹിത്യത്തിൽ പരാമർശിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ വന്നതാണ്, നമ്മുടെ PSC എക്സാം ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ സാഹിത്യം അധികം കുറച്ചിങ്ങനെ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ഉണങ്ങി വരേണ്ട പ്രദേശത്തെ, നാട്ടിൻപുറത്തെ, കടലോര പ്രദേശത്തെ, കാടും ഗ്രാമപ്രദേശങ്ങളെയും. ഏതാണ്? കടലോര പ്രദേശത്തെയാണ് നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ബാക്കി എന്ത് ചെയ്യാം? നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഏറെക്കുറെ തീരാറായി നമ്മുടേത്. ഇനി കുറച്ച് ഒരു 2023 കുറച്ചുകൂടി കംപ്ലീറ്റ് ആവുമ്പോഴത്തേനും കംപ്ലീറ്റ് ആവും. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാതിരിക്കുക, പഠിച്ചതിന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ശനിയാഴ്ചയാണ് എക്സാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.